ഹലോ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഊപ്സിൻ്റെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തൊക്കെ ക്ലാസ് ഒബ്ജക്റ്റ് പഠിച്ചു, ഊപ്സ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ 4 പില്ലേഴ്സ് ഉണ്ട്, അതിലെ 2 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റാണ് നോക്കുന്നത്. അതായത് മൂന്നാമത്തെ പില്ലർ നോക്കാൻ പോവാണ്. അതെന്താണ്? അബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അബ്സ്ട്രാക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Abstraction in Java is the process in which we only show essential details or functionality to the user. The non-essential implementation details are not displayed to the user. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ എന്താണ്? അതായത് യൂസറിന് ആവശ്യമുള്ള ഡീറ്റെയിൽസും ഫങ്ഷണാലിറ്റീസും മാത്രം എന്ത് ചെയ്തോളൂ, യൂസറിന് ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കുള്ളൂ. അതുപോലെ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ്, ഓക്കെ, അതായത് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഇംപ്ലിമെൻറ്റേഷന് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതൊന്നും യൂസറിന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടെലിവിഷൻ റിമോട്ട് കൺട്രോൾ ഈസ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ. It simplifies the interaction with a TV by hiding the complexity behind simple buttons and symbols, making it easy without needing to understand the technical details of how the TV functions. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ എല്ലാവരും നോർമലി എന്ത് ചെയ്യുന്ന, ടി വി യൂസ് ചെയ്യുന്ന, ടിവിൻ്റെ റിമോട്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിലെ നമ്പേഴ്സും കാര്യങ്ങളും ഏതാണ് ചാനൽ മാറ്റാനും വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ, അതുപോലെ തന്നെ മൈനസ് ബട്ടൺ, വോളിയന് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ചാനലിൻ്റെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത് എന്താണ്, റിമോട്ട് ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് യൂസേഴ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ ഓരോ യൂസേഴ്സിനും അത് മാത്രം അറിയാം. പക്ഷേ ഈ നമ്പർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഈ ചാനൽ മാറുന്നത്, ഇതിൻ്റെ സിഗ്നൽ എങ്ങനെയാണ്, അവിടെ പോയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യൂസറിന് അറിയേണ്ട ആവശ്യമില്ല. യൂസറിന് എന്തുമാത്രം മനസ്സിലാമേ, ഇതിൻ്റെ ഫങ്ഷണാലിറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തുമാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ഓക്കെ, അത് മാത്രം മനസ്സിലാമേ. ജസ്റ്റ് എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വർക്കാവും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അബ്സ്ട്രാക്ഷൻ, ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ ഇൻ ജാവയിൽ എന്താണ് അബ്സ്ട്രാക്ഷൻ എന്ന് നോക്കാം. ഓക്കെ, ഇൻ ജാവ അബ്സ്ട്രാക്ഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ഇൻ്റർഫേസസ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. അപ്പോൾ എങ്ങനെയാണ് ജാവയിൽ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നത്? അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസും അതുപോലെ തന്നെ ഇൻ്റർഫേസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ജാവയിൽ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർഫേസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ഇൻ്റർഫേസ് എന്താണെന്നുള്ള കാര്യങ്ങളും എങ്ങനെ 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജാവേൻ്റെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസും അതുപോലെ തന്നെ ജാവയിലെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഇൻ ജാവ ഈസ് ഡിക്ലെയർഡ് യൂസിങ് ദ അബ്സ്ട്രാക്റ്റ് കീവേഡ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ്, ഓക്കെ, ജസ്റ്റ് ABSTRACT ഇത്രേ ഉള്ളൂ. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താണ് ക്ലാസ്സിനാണ് എന്ത് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ ക്ലാസ് ദാറ്റ് കനോട്ട് ബി ഇൻസ്റ്റൻഷ്യേറ്റഡ് ഓൺ ഇറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ഇതതിൻ്റെ ഒരു പ്രത്യേകതയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്യണം. ഓക്കെ, സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് അവിടെ കൊടുക്കുന്നുണ്ട്, യു കനോട്ട് ക്രിയേറ്റ് ഒബ്ജക്ട്സ് ഡയറക്റ്റ്ലി ഫ്രം ഇറ്റ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഇൻസ്റ്റഡ് യു മസ്റ്റ് എക്സ്റ്റെൻഡ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് പ്രൊവൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫോർ ഇറ്റ്സ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് അതായത് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെ പറയാം. ഓക്കെ, എന്നിട്ട് ആ സബ് ക്ലാസ്സിനകത്ത് എന്ത് കൊടുക്കുക, ഇതിൻ്റെ ഈ ഓരോ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിനൊക്കെ ഇംപ്ലിമെൻറ്റേഷൻസ് അവിടെ അതിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. നോർമലി നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല, ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ താഴെ ബാക്കിയുള്ള പോയിൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. ആൻ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഈസ് ഡിക്ലെയർഡ് വിത്തിൻ ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിനാണ്, അബ്സ്ട്രാക്റ്റ് മെത്തേഡിനാണ് എന്ത് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും തന്നെ ഇല്ലാതെ, അതായത് നോർമലി എന്ത് ചെയ്തിട്ടുള്ള ഡിക്ലെയർ മാത്രം ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്, അതിനെയാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എങ്ങനെ, ഇതെന്താണ്, അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. എന്ത് എന്ന് പറയാം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ക്ലാസ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ക്ലാസ്, അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അതായത് ഒരു ക്ലാസ് നമുക്ക് ഓൾറെഡി നമ്മുടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ ഒരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സബ് ക്ലാസ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മുമ്പ് നമ്മുടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മെത്തേഡ്സിനൊക്കെ, അബ്സ്ട്രാക്റ്റ് മെത്തേഡിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആർ ഡിക്ലെയർ വിത്ത് അബ്സ്ട്രാക്റ്റ് കീവേഡ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എൻ വിത്ത് എ സെമി കോളൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻസ്റ്റെഡ് ഓഫ് എ മെത്തേഡ് ബോഡി, അതായത് ഇതിന് ബോഡി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ, അതായത് ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ നോർമലി ഇപ്പോൾ കൊടുക്കാനുള്ള എന്ത് സിസ് ഔട്ടിൽ കൊടുക്കില്ല, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും വേരിയബിളോ ഫങ്ഷനാലിറ്റി എന്തെങ്കിലും വർക്ക് റൺ ചെയ്യേണ്ട കാര്യങ്ങൾ, കോഡും കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അബ്സ്ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത് നമുക്ക് വേറെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ്, ഓക്കെ ഞാൻ ആ ഒരു ബ്രാക്കറ്റ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നത് പോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അതിനെന്ത് ചെയ്യും, ഒരു സെമി കോളം വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും, സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുന്നതാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, പാർഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പോയിന്റാണ്. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞുതരാം. ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് മേ കണ്ടെയ്ൻ ബോത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആൻഡ് കോൺക്രീറ്റ് മെത്തേഡ്സ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും ഉണ്ടാവും, അതുപോലെ തന്നെ കോൺക്രീറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്തൗട്ട് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞ് അതിനെന്ത് ചെയ്യില്ല, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ എവിടെ കൊടുക്കണം, ഇതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള അതായത് എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സബ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നത് കോൺക്രീറ്റ് മെത്തേഡ്സും ഉണ്ടാവും. കോൺക്രീറ്റ് മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കും, കോൺക്രീറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഇംപ്ലിമെൻറ്റേഷനും എവിടെ തന്നെ കൊടുക്കാൻ പറ്റും നമുക്ക്, ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങൾ, നമുക്ക് വേണ്ട ആവശ്യമുള്ള കോഡും കാര്യങ്ങളും റൺ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ. ഓക്കെ, എല്ലാ ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങളുള്ള ഒരു മെത്തേഡ് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, കോൺക്രീറ്റ് മെത്തേഡ്സ് പ്രൊവൈഡ് ഡിഫോൾട്ട് ബിഹേവിയർ. ഓക്കെ, അതിനെന്താണോ ഉള്ള ബിഹേവിയർ അതാണ് അത് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. കാരണം അതിനകത്ത് എന്ത് കോഡും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും അത് റൺ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഇൻഹെറിറ്റഡ് ബൈ സബ് ക്ലാസ്. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മൾ സബ് ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, while abstract methods define the structure that subclass must implement. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സബ് ക്ലാസ്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവിടെ സബ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ഏതൊക്കെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉണ്ടോ അതിനൊക്കെ എന്ത് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കണം, എവിടെ, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന സബ് ക്ലാസ്സിനകത്ത്. ഓക്കെ, അത് മനസ്സിലായില്ലേ, സബ് ക്ലാസ്സിനകത്ത് എന്ത് കൊടുക്കണം, നമ്മുടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ കൊടുക്കണം. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, റിക്വയർമെൻറ്റ് ഫോർ സബ് ക്ലാസ് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇഫ് എ സബ് ക്ലാസ് എക്സ്റ്റെൻഡ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ദാറ്റ് കണ്ടെയ്ൻ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സബ് ക്ലാസ് അത് എന്ത് ചെയ്യുക, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ക്ലാസ്, അതിൽ എന്തുണ്ടാവും, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉണ്ടാവും. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഇംപ്ലിമെൻറ്റേഷൻസ്.
അതിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്തായിട്ടും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. അതായത് ചൈൽഡ് ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ, അതിൽ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫോർ ഓൾ ദോസ് അബ്സ്ട്രാക്ട് മെത്തേഡ്, എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്, ചൈൽഡ് ക്ലാസ്സിൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താ, ദിസ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദ സബ് ക്ലാസ് ഈസ് ഫുള്ളി ഫങ്ഷണൽ. ഓക്കെ, അപ്പോൾ അത് പൂർണ്ണമായിട്ടും എന്താണ് വർക്കിംഗ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഇംപ്ലിമെൻറ്റേഷനും എവിടെ കൊടുക്കുന്നത്, ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളതായ ചൈൽഡ് ക്ലാസ്സിൽ, ഓക്കെ, സബ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, അബ്സ്ട്രാക്ട് കീവേഡ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, എനി ക്ലാസ് ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ അബ്സ്ട്രാക്ട് മെത്തേഡ് മസ്റ്റ് ഇറ്റ് സെൽഫ് ബി ഡിക്ലെയർഡ് ആസ് അബ്സ്ട്രാക്ട് യൂസിങ് ദ അബ്സ്ട്രാക്ട് കീവേഡ്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്ട് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡെങ്കിലും ഉള്ള ഒരു ക്ലാസ്. ഓക്കെ, അങ്ങനത്തെ ക്ലാസ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ അബ്സ്ട്രാക്ട് കീവേഡ് വെച്ചിട്ട് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറ്റണം. ഓക്കെ, ഒരു അബ്സ്ട്രാക്ട് മെത്തേഡെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഇതാക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ അത്. നെക്സ്റ്റ് എന്താ വരുന്നത്, നോ ഡയറക്റ്റ് ഇൻസ്റ്റൻഷിയേഷൻ. അത് നമ്മൾ മുകളിൽ പറഞ്ഞ എന്ത്, ഡയറക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. Since abstract classes cannot be instantiated directly, okay, you cannot create objects of an abstract class using the new keyword. അതായത് നോർമലി നമ്മൾ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യൽ, ഒരു ന്യൂ കീവേഡ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരെ തന്നെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, യു ക്യാൻ ഓൺലി ക്രിയേറ്റ് ഇൻസ്റ്റൻസസ് ഓഫ് കോൺക്രീറ്റ് സബ് ക്ലാസ്സസ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ദ അബ്സ്ട്രാക്ട് ക്ലാസ്. കോൺക്രീറ്റ് സബ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്ജക്റ്റ് അതുപോലെ തന്നെ അതായത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാരണം അതിലെല്ലാ ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. ഓക്കെ, അതിലൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്ലാസ് അല്ല, അതിൽ പകരം എന്താണ് എല്ലാ, അതായത് ജസ്റ്റ് ഡിക്ലെയർ മാത്രമല്ല, അവിടെ ഡിക്ലറേഷൻ മാത്രമല്ല നടന്നിട്ടുള്ളത്, എന്ത് ഇംപ്ലിമെൻറ്റേഷന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഡിക്ലറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ. ഓക്കെ, കോൺക്രീറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, കൺസ്ട്രക്റ്റേഴ്സ് ഇൻ അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കൺസ്ട്രക്റ്റേഴ്സ്. ഓക്കെ, കൺസ്ട്രക്ടർ എന്താണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പഠിക്കാം. നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞുതരാം. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ അതേ സെയിം നെയിമിൽ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ക്യാൻ ഹാവ് കൺസ്ട്രക്റ്റേഴ്സ്. ഓക്കെ, അബ്സ്ട്രാക്ട് ക്ലാസ്സിന് എന്തുണ്ടാവും, കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇൻക്ലൂഡിങ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ടാവും. അതായത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആർഗ്യുമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ജാവയിലോ അതുപോലെ സിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പാരാമീറ്റർ അതായത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കൊടുക്കാം, അതായത് ഡാറ്റ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ള എന്തൊക്കെ ഫങ്ഷനാലിറ്റി ഉള്ളത് അതൊക്കെ വർക്ക് ചെയ്യും. ഹൗവർ ഇഫ് യു ഡോണ്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ എ കൺസ്ട്രക്ടർ, എ ഡിഫാൾട്ട് കൺസ്ട്രക്ടർ ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. നിങ്ങൾ എന്ത് ചെയ്യുക, നോർമലായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു കൺസ്ട്രക്ടർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് സ്വന്തമായിട്ട് ഒരു അബ്സ്ട്രാക്ട് എന്തുണ്ടാവും, എന്താ നമ്മൾ പറഞ്ഞത്, ഒരു കൺസ്ട്രക്ടർ ഓൾറെഡി അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഒന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൺസ്ട്രക്ടർ ഒന്നും സെപ്പറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഡിഫാൾട്ടായിട്ട് ഒന്നുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഒരു സിമ്പിളായിട്ട് ഡിക്ലറേഷൻ മാത്രം വരുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോഡിൽ ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഡിക്ലറേഷൻ മാത്രം വരുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന് സെമി കോളം വെച്ച് എൻഡ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തില്ല, ഇംപ്ലിമെൻറ്റേഷനോ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോഡ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യുക, ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ GFG എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്ത് ചെയ്യുക, സബ് ക്ലാസ് ആയിരിക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത്, അബ്സ്ട്രാക്ട് ക്ലാസ്സും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ്സും എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് കീവേഡും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക,
കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്, നെക്സ്റ്റ് ഓക്കെ എൻക്യാപ്സുലേഷൻ ആണ്. അത് ഞാൻ എന്ത് ചെയ്തു തരാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. ഇല്ല എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി കണ്ടു നോക്കുക. അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഭാഗം ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, UPSൻ്റെ ഈ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോഡിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.